കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളൊക്കെ ആൻഡ്രോയിഡ് ഫോണും ഡിജിറ്റൽ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നമ്മളുടെ ഫോണിൻ്റെ ആയാലും ഡിജിറ്റൽ ക്യാമറയുടെ SD കാർഡിലായാലും ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും, DCIM എന്ന് പറയുന്ന ഫോൾഡർ. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഫോൾഡർ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും എല്ലാ ഡിജിറ്റൽ ക്യാമറയുടെ SD കാർഡിലും ലഭിക്കുന്നതാണ്. ഇത് ആൻഡ്രോയിഡ് ഫോണിൽ ഇന്റേണൽ സ്റ്റോറേജിലുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന SD കാർഡിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും DCIM എന്ന് പറയുന്ന ഫോൾഡറിനെ കുറിച്ചാണ്. എന്തിനാണ് ഈ DCIM ഫോൾഡർ നമ്മുടെ ഫോണിൽ? ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ DCIM എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് DCIM എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ ക്യാമറ ഇമേജ് എന്നാണ് DCIMന്റെ ഫുൾ ഫോം. ഈ ഫോൾഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചോ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ്. ഞാൻ പറഞ്ഞതുപോലെ SD കാർഡിലാണെങ്കിലും ഇന്റർണൽ സ്റ്റോറേജിലും നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, DCIM എന്ന് പറയുന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. DCIM എന്ന് പറയുന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. DCIM എന്ന് പറയുന്ന ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ നമ്മുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഫോൾഡറിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. ആ ഫോൾഡറിൽ നിന്നും ആ ഫോട്ടോസ് നിങ്ങൾ മറ്റേതെങ്കിലും ഫോൾഡറിലേക്കോ മറ്റ് ഡിവൈസിലേക്കോ മാറ്റാതെ നിങ്ങൾ ഈ ഫോൾഡർ DCIM ഫോൾഡർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസ് ഒക്കെ നഷ്ടപ്പെടും, വീഡിയോസും നഷ്ടപ്പെടും. അതിനുശേഷം പിന്നെന്താണ് സംഭവിക്കുക? നമ്മൾ ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ നമ്മുടെ മെമ്മറി കാർഡിൽ നിന്നോ ഇന്റർണൽ സ്റ്റോറേജിൽ നിന്നോ ഡിലീറ്റ് ആവും. അതിനുശേഷം വീണ്ടും നമ്മൾ അതേ മെമ്മറി കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഫോൾഡർ തന്നെ വീണ്ടും ക്രിയേറ്റ് ആവും. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഈ ഫോൾഡറിൽ തന്നെ ആയിരിക്കും സേവ് ആവുന്നത്. DCIM എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ തന്നെ ചില സബ് ഫോൾഡറുകളുണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഫോട്ടോസും വീഡിയോസും ലഭിക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത്, എന്തിനാണ് DCIM എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ സേവ് ആകുന്നത്? ഇതിന് പകരമായിട്ട് ഒരുപാട് ഫോൾഡറുകൾ നമ്മുടെ ഫോണിലുണ്ടല്ലോ, എന്തുകൊണ്ട് ആ ഫോൾഡറുകളിലൊന്നും നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും സേവ് ആകുന്നില്ല? ഇതിന് കാരണം ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് റൂൾ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിലായാലും ഫോൺ ക്യാമറയിലായാലും എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ DCIM എന്ന് പറയുന്ന ഫോൾഡറിൽ സേവ് ആകുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ആ റൂൾ എന്ന്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഡിജിറ്റൽ ക്യാമറയിലുള്ള ഇമേജസോ വീഡിയോസോ വല്ലതും ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോൾഡറിലാണ് ഈ ഫോട്ടോസും ഇമേജിൽ നിന്നും നമുക്ക് തപ്പിയെടുക്കേണ്ട കാര്യമില്ല. ഒരു ഇന്റർനാഷണൽ റൂൾ ഉള്ളതുകൊണ്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും ഇതേ ഫോൾഡർ DCIM എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും DCIM എന്ന് പറയുന്ന ഫോൾഡറിലൂടെ സാധിക്കും. അപ്പോൾ DCIM എന്ന് പറയുന്ന ഫോൾഡർ നമ്മുടെ ഫോണിലും ക്യാമറയിലും ഒക്കെ വരാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് DCF എന്താണെന്ന് മനസ്സിലാക്കണം. ഡിസൈൻ റൂൾ ഫോർ ക്യാമറ ഫയൽ സിസ്റ്റം. അപ്പോൾ DCF എന്ന് പറയുന്ന ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താണ് DCIM എന്ന് പറയുന്ന ഫോൾഡർ നമ്മുടെ ഫോണിലോ നമ്മുടെ ഡിജിറ്റൽ ക്യാമറയുടെ SD കാർഡിലോ എത്തിയിരിക്കുന്നത്. DCF എന്ന് പറയുന്ന റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു മൊബൈൽ ക്യാമറയോ ഡിജിറ്റൽ ക്യാമറയോ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ ഫയൽ ഫോർമാറ്റ് എന്തായിരിക്കണം, ഇത് ഫോണിലോ ക്യാമറയിലോ എവിടെ സേവ് ആകണം, സേവ് ആകുന്ന ഫോൾഡറിന്റെ പേരെന്തായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു റൂളാണ് DCF എന്ന് പറയുന്നത്. ഇതൊരു ജാപ്പനീസ് ഇലക്ട്രോണിക് IT ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള റൂളാണ്. അപ്പോൾ എല്ലാ ഇലക്ട്രോണിക് കമ്പനികളും ഈ റൂൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ക്യാമറയോ മൊബൈൽ ക്യാമറയോ ഒക്കെ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അതായത് സ്റ്റോറേജിന്റെ DCIM എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ആകുന്നത്. നമ്മളിപ്പോൾ ഡിജിറ്റൽ ക്യാമറയിൽ ഉപയോഗിക്കുന്ന SD കാർഡ് ആണെങ്കിൽ ക്യാമറയിൽ മാത്രമല്ല നമ്മൾ അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും DCIM എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് കൂടുതൽ ലാഭിക്കാനൊന്നും സാധിക്കത്തില്ല. ഈ ഒരു ഫോൾഡറിലാണ് നമ്മളുടെ ഫോട്ടോസും വീഡിയോസും സേവ് ആവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. DCIM എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ തന്നെ ഫയൽ മാനേജറിൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ DCIM എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും സേവ് ആവുന്നത്. ഇതിനു മുമ്പ് ഞാൻ 1-2 വീഡിയോ ഇതേപോലെ തന്നെയുള്ളത് അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെ ഫയൽ മാനേജറിലുള്ള ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡറിനെ കുറിച്ചായിരുന്നു. എന്തിനാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡർ, എന്താണ് ഇതിന്റെ ഉപയോഗം, ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് തരാം. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അതിനോടൊപ്പം തന്നെ LOST.dir എന്ന് പറയുന്ന ഫോൾഡറിനെ കുറിച്ച്, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ ഫയൽ മാനേജറിലുള്ള LOST.dir എന്ന് പറയുന്ന ഫോൾഡറിനെ കുറിച്ച് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോയും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അതിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ ഒന്ന് LOST.dir എന്ന് പറയുന്ന ഫോൾഡർ എന്തിനാണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം
അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ടൊരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക്